മമ്മുഹാജി മുതലാൽപുത്തൂർ ആശംസിക്കുന്നു. സ്റ്റേജിലിരിക്കുന്ന സയ്യിദന്മാരെ, ഉസ്താദന്മാരെ, ഉമറാക്കളെ, നേതാക്കളെ, സഹോദരന്മാരെ, മുത്താലിമിങ്ങളെ, സഹോദരിമാരെ, പിഞ്ചുകുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഇവിടെ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന മീലാദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമിനെ പഠിക്കുന്ന സദസ്സാണ്. ഇൽമിനെ പഠിക്കുന്ന വെച്ചാൽ കരീം മാസ്റ്ററിൽ നിന്ന് ആ പ്രസംഗത്തിൽ നിന്ന് എത്രയോ ഇൽമുകൾ നമ്മൾക്ക് നേടാൻ സാധിച്ചു, അൽഹംദുലില്ലാഹ്. അതുപോലെ മറ്റുള്ള പ്രാസംഗന്മാരിൽ നിന്നും നമ്മൾക്ക് ഇൽമിനെ നേടാൻ സാധിച്ചു. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ശത്രുപക്ഷത്തിൽ നിന്ന് ഒരാളെ പിടിച്ച് കെട്ടിയിട്ട സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അവനോട് ആ കെട്ടിയ ആ സുഹൃത്ത് ചോദിച്ചു, പറഞ്ഞോ, എന്നെ ഉമറെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ സമ്മതിക്കണം, അതിനുശേഷം എന്നെ നിങ്ങൾ വധിച്ചോളി എന്നാണ് പറഞ്ഞത്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു സഹാബിയോട് പറഞ്ഞു, സഹോദരനോട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കൂ, കുടിക്കട്ടെ. അപ്പോൾ ഈ ഗ്ലാസ് വെള്ളം കൊണ്ടുകൊടുത്തതിന് ശേഷം ആ ശത്രു വെള്ളം പിടിച്ചതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, അല്ലേ ഉമറെ, ഈ വെള്ളം കുടിച്ചതിന് ശേഷമാണല്ലോ എന്നെ നിങ്ങൾ കൊല്ലുക? അതെ എന്ന് വാക്ക് കൊടുത്തു. അപ്പോൾ ആ വെള്ളം, കയ്യിലുള്ള ഗ്ലാസിന്റെ വെള്ളം നിലത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ഒഴിച്ചതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, അല്ല ഉമറെ, നിങ്ങൾ പറഞ്ഞില്ലേ ഈ വെള്ളം കുടിച്ചതിന് ശേഷമാണ് എന്നെ കൊല്ലുക എന്ന്? അപ്പോൾ ഈ വെള്ളം എനിക്ക് കുടിക്കാൻ പറ്റുമോ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയച്ചു വിടുക. അങ്ങനെ അയച്ചു വിട്ടു. 10 മീറ്റർ പോയതിനു ശേഷം തിരിച്ചു വന്ന് ഇസ്ലാം മതം സ്വീകരിച്ച ആ ചരിത്രം, പാരമ്പര്യമുള്ള, സ്നേഹമുള്ള ആ നീതിമാനായ ഉമർ റളിയല്ലാഹു അൻഹു ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ പക്ഷികൾ, അതുപോലെ തന്നെ പ്രാണികൾ, പക്ഷികൾ ഈ നാട്ടിൽ നിന്ന് മറ്റുള്ള നാട്ടിലേക്ക് പോകുമ്പോൾ കാൽ കൊട്ടുമായിരുന്നു. ഇവിടുത്തെ മണ്ണ് ആ നാട്ടിലേക്ക് പോകാൻ പാടില്ല, അത്രയും നീതിമാനായിട്ടുള്ള ഭരണമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ, സഹാബാക്കളുടെ കൂടെ ഇരുന്നു കൊണ്ടിരിക്കുമ്പോ ഒരു സഹാബിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ആ നോക്കി പറയുന്നു, യാ സഹാബ, നിങ്ങൾ ഈ ദുനിയാവിൽ 1 മണിക്കൂർ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ആ സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 1 മണിക്കൂർ കൊണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹജ്ജ് ചെയ്തോ, നിസ്കരിച്ചോ എന്നല്ല പറഞ്ഞത്, നീ ഇൽമിനെ പഠിച്ചോ എന്നാണ് പറഞ്ഞത്. മർക്കസുൽ മൈമൻ എന്ന് പറഞ്ഞാൽ ഇൽമിനെ പഠിക്കുന്ന സദസ്സുൽ മുതഅല്ലിമീങ്ങളെ കൂടെ എതിൽ നിന്നും സംസാരിക്കുമ്പോൾ എന്തൊരു ബഹുമാനമാണ് നമുക്കുള്ളത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. തങ്ങന്മാരുടെ സദസ്സ് എന്ന് പറഞ്ഞാൽ അവരെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹിന്റെ പേരമക്കളാണ്. അവരോട് എന്നുള്ള വാക്കല്ല, ഉച്ചത്തിൽ പോലും സംസാരിക്കാൻ പോലും തങ്ങന്മാരോട് പാടില്ല. അതുപോലെ തന്നെ ആലിമീങ്ങൾ, ഉമറാക്കൾ, നമ്മൾക്ക് നല്ല നേതൃത്വമാണ് നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം, ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകണം. നമ്മൾക്ക് ഒരു പ്രശ്നം വരാനില്ല. അൽഹംദുലില്ലാഹ്, സിറാത്തുൽ മുസ്തഖീം പോവുകയാണെങ്കിൽ ഒരു പ്രശ്നം നമ്മൾ കുതിക്കാൻ വേണ്ടി പോകുന്നില്ല. നേരത്തെ മാസ്റ്റർ പറഞ്ഞല്ലോ, മുസ്ലിങ്ങളും എല്ലാം സഹോദരത്തോടു കൂടി മുന്നോട്ട് പോകണം, എല്ലാവരോടും ഒരുപോലെ പെരുമാറണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരുന്നു കൊണ്ടിരിക്കുമ്പോ ഒരു സഹാബാക്കളോട് പറയുകയാണ്, സ്വർഗത്തിന്റെ അവകാശം ഇപ്പോൾ വരുന്നുണ്ട് എന്ന്. അപ്പോൾ ഒരു വയസ്സായ പ്രായമുള്ള സഹാബി അതുപോലെ താടിയിൽ നിന്ന് ഒളൂന്റെ വെള്ളം ഇങ്ങനെ ഉറ്റിക്കൊണ്ട് മസ്ജിദുൽ ഹറമിലേക്ക്, മസ്ജിദുൽ നബവിയിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ സഹാബിയോട് പറയാണ്, ഇത് സ്വർഗത്തിന്റെ അവകാശിയാണെന്ന്. പിറ്റേ ദിവസം പറയുമ്പോ അതേ ആളാണ് വന്നത്. 3-ാമത്തെ ദിവസം പറയുമ്പോ സ്വർഗത്തിന്റെ അവകാശി വരുന്നുവെന്ന് പറയുമ്പോ ആ സഹാബി തന്നെയാണ് വന്നത്. എന്നിട്ട് അതിന്റെ ബാക്കിലും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കൂടുകയുണ്ടായി. ചുരുക്കി പറയുകയാണെങ്കിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ വാപ്പയുമായിട്ട് തെറ്റിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങളെ വീട്ടിൽ കുറച്ച് സ്ഥലം തരുമോ കിടക്കാൻ എന്ന് ചോദിച്ച സമയത്ത് മൂപ്പര് കൊടുത്തു. 1 ദിവസം, 2 ദിവസം, 3 ദിവസം നോക്കി. ഇതിനെ മൂപ്പൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചെയ്തതിനേക്കാളും കൂടുതൽ ഇബാദത്ത് അവർ ചെയ്യുന്നതായി കണ്ടില്ല. പക്ഷെ ലാസ്റ്റ് മുമ്പിൽ സത്യം തുറന്നു പറയുമ്പോ ആ സഹാബിയോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന്, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണ്
എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ഇൽമ് ഇബാദത്ത് എന്താണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോ ആ സഹാബി പറഞ്ഞത്, ഞാൻ എല്ലാവരോടും ഒരുപോലെ പെരുമാറും, അമുസ്ലിമോ കർത്തവനോ വെളുത്തവനോ ഒന്നുമില്ല, എല്ലാവരോടും ചെറിയവനോ വലിയവനോ ഇല്ല, എല്ലാവരോടും ഒരുപോലെ പെരുമാറും. രാത്രി ഉറങ്ങുന്ന സമയത്ത് എല്ലാവർക്കും മാപ്പ് കൊടുത്തുകൊണ്ടാണ് ഞാൻ കിടന്നുറങ്ങാറ് എന്ന് ആ സഹാബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ വളർത്തിയെടുക്കണം. നമ്മൾ പ്രസംഗങ്ങൾ കേട്ടാൽ മാത്രം പോരാ, നമ്മളെ പ്രവൃത്തിയിൽ അത് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നില്ല, ഞാൻ നീട്ടുന്നില്ല സംസാരം. മറ്റുള്ളവർ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.